സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയിൽ 10 ദിവസത്തിനകം ധവളപത്രം പുറത്തിറക്കും. ഇതിനായി ഡോക്ടർ KM ചന്ദ്രശേഖർ അധ്യക്ഷനായി സമിതിയെ വെച്ചു. ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആദ്യ യോഗവും ചേരും. സെയ്ഫ് വീണ്ടും തുടരുന്നു. സെയ്ഫ്, ഇന്നലെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശൻ വിളിച്ചു ചേർത്ത ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് ധവളപത്രം പുറത്തിറക്കാൻ പോകുന്നു സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചെന്നാണ്. 4000 കോടി ഇവിടെ ഖജനാവിൽ ശേഷിപ്പുണ്ടെന്നായിരുന്നു KN ബാലഗോപാൽ പറഞ്ഞത്. പക്ഷെ ഞങ്ങളൊന്ന് നോക്കട്ടെ, ചെക്ക് ചെയ്തതിനു ശേഷം പറയാം, ധവളപത്രം പുറത്തിറക്കാം എന്നായിരുന്നു UDF-കാർ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ധവളപത്രം 10 ദിവസത്തിനകം പുറത്തിറക്കുന്നു. ഇന്നതിൻ്റെ സമിതി യോഗം ചേരുന്നു, മുഖ്യമന്ത്രിയും അതിനകത്ത് പങ്കെടുക്കുന്നു. അപ്പോൾ 10 ദിവസത്തിനകം എന്ന് പറയുമ്പോൾ എത്ര ദിവസത്തിനകം ധവളപത്രം പുറത്തിറക്കാൻ സാധ്യതയുണ്ട്? അതിൻ്റെ ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? നയപ്രഖ്യാപനത്തിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ നയപ്രഖ്യാപനത്തിന് മുമ്പ് ആ ധവളപത്രം പുറത്തിറക്കാനാണ് നിലവിൽ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. സെയ്ഫ്, 29-ാം തീയതിയാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി സഭാ സമ്മേളനം 16-ാം കേരള നിയമസഭ ആരംഭിക്കുന്നത്. കേരളത്തിലെ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ 5 വർഷക്കാലം VD സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവിൽ എന്തുണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് അറിയില്ല. അത് സംബന്ധിച്ചൊരു പഠനം നടത്തേണ്ടതുണ്ട്. എന്തൊക്കെയാണ്, എത്ര രൂപ ബാലൻസ് ഉണ്ട്, എന്താണ് നിലവിലെ സാമ്പത്തിക സ്ഥിതി എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ധവളപത്രം പുറത്തിറക്കാൻ വേണ്ടിയുള്ള തീരുമാനം VD സതീശൻ എടുത്തത്. അത് ഡോക്ടർ KM ചന്ദ്രശേഖർ അടങ്ങുന്നൊരു സമിതിയെ, അതിൻ്റെ അധ്യക്ഷനായിട്ട് അദ്ദേഹത്തെ നിയോഗിച്ചുകൊണ്ടൊരു സമിതിയെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി, അത് റിപ്പോർട്ട് നൽകാൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. വേഗത്തിൽ തന്നെ നൽകണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ആ യോഗം 10 മണിക്ക് ആരംഭിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം 10 അടുപ്പിച്ചാവുന്നുണ്ട്. അപ്പോൾ യോഗം ആരംഭിച്ച് കാണാനുള്ള സാധ്യതയുണ്ട്. യോഗം നടന്നുകൊണ്ട് ഇരിക്കുകയായിരിക്കും. എന്തായാലും സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ഒരു പഠനം നടത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു. 10 ദിവസത്തിനകം ധവളപത്രം പുറത്തിറക്കുകയും ചെയ്യും. സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് എന്ന് അറിഞ്ഞതിന് ശേഷം വേണം കൂടുതൽ പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കാൻ. 5-ാം തീയതി ബജറ്റാണ്. 5-ാം തീയതി ബജറ്റിൽ ജനകീയ പ്രഖ്യാപനങ്ങൾ, ആദ്യ ബജറ്റാണ്. ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടത് ഉണ്ട്. പുതിയ സർക്കാരിന് വലിയ പ്രതീക്ഷ ജനങ്ങൾ വെക്കുന്നത് കൊണ്ട് ജനകീയ പ്രഖ്യാപനങ്ങൾ എന്തായാലും ആദ്യ ബജറ്റിൽ ഉണ്ടാകും. അത് പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് ആദ്യം അറിയണം. അതറിയാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു സമിതിയെ നിയോഗിക്കുകയും ധവളപത്രം 10 ദിവസത്തിനകം പുറത്തിറക്കാം എന്ന് VD സതീശൻ പറയുകയും ചെയ്തിരിക്കുന്നത്. സെയ്ഫ്, യെസ്, അപ്പോൾ അതിൻ്റെ സമിതിയുടെ ആദ്യത്തെ യോഗമാണ് ഇന്ന് ചേരുന്നത്. 10 ദിവസത്തിനകം ധവളപത്രം പുറത്തിറക്കും. നയപ്രഖ്യാപനത്തിന് മുന്നോടിയായി, ആദ്യ ബജറ്റിന് മുന്നോടിയായി ധവളപത്രം പുറത്തിറക്കിയതിന് ശേഷമായിരിക്കും ആദ്യ ബജറ്റിലേക്ക് VD സതീശൻ മന്ത്രിസഭ കടക്കുക. താങ്ക് യു സെയ്ഫ്.